ഇവിടെ സുന്നികൾ ആചരിച്ചു വരുന്ന കാര്യങ്ങളിൽ ശിർക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സലഫി സഹോദരനോ ഏതെങ്കിലും ഒരു ജമാഅത്തി സഹോദരനോ ഏതെങ്കിലും ഒരു നവീൻ ആശയക്കാരനോ പറയുന്നുവെങ്കിൽ എനിക്ക് അവരോട് വിനയാന്യതമായി ഇത്രയേ പറയാനുള്ളൂ: നിങ്ങൾക്ക് ദൈവാസ്തിക്യം മനസ്സിലായിട്ടില്ല. ഞാനത് വെറുതെ പറയുകയല്ല. സുന്നികൾ ആചരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബഹുദൈവത്വത്തിന്റെ അംശമുണ്ടെന്ന് ആക്ഷേപിക്കുന്ന, ഏതെങ്കിലും ഗുണകാംക്ഷാപൂർവം ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി ആക്ഷേപിക്കുന്ന, ഏത് തരത്തിലെങ്കിലും അതിനെതിരെ സുന്നികൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു ഈ പറയപ്പെട്ട ആളുകളോ അല്ലാത്തവരോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ അകത്തുള്ളവരുണ്ടെങ്കിൽ, വിനീതമായി പറയട്ടെ, നിങ്ങൾക്ക് ദൈവാസ്തിക്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വിശദീകരിക്കുന്നേ ഇല്ല. ഒറ്റ കാര്യം: ദൈവാസ്തിക്യം സ്ഥാപിതമാകുമ്പോൾ ഒരു ദൈവം ഉണ്ടെന്നേ സ്ഥാപിതമാകൂ, മോണോത്തിസമേ സ്ഥാപിതമാകൂ. ഇതിനെയൊക്കെ സംവിധാനിച്ച, കണ്ടിൻജൻസുകളെ ഉണ്ടാക്കിയ, മുംകിനാത്തുകളെ രൂപപ്പെടുത്തിയ, ഇതിന്റെ എല്ലാം പിറകിലുള്ള ഒരു ശക്തി സ്വത്വം, ഒരു ഏകനായ അള്ളാഹു, ഏകനായ ഒരു നെസസറി ബീയിങ് മാത്രമേ ദൈവാസ്തിക്യത്തിന്റെ ചർച്ചയിൽ രൂപപ്പെടുന്നുള്ളൂ. ഒരുപാട് ദൈവങ്ങൾ വേണ്ട. അതുകൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉള്ളിലുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടാവേണ്ട ഒരു, ഒന്നിലേറെ ഇലാഹു ഉണ്ടാവേണ്ട ഒരു, ഒന്നിലേറെ ആരാധ്യൻ ഉണ്ടാകേണ്ട ഒരു, ഒന്നിലേറെ ഉണ്ടാകൽ അനിവാര്യമായ അസ്തിത്വം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒന്നേ ഉണ്ടാവേണ്ടതുള്ളൂ. ആ ഒരുവനായ ശക്തിയുടെ പേരാണ് അള്ളാഹു. ആ ഒരുവനിന്റെ ഇലാഹിയത്തിലോ ഉലൂഹിയത്തിലോ ഉബൂദിയത്തിലോ ഒരംശം പങ്കുചേർക്കാൻ ദൈവാസ്തിക്യം എന്താണെന്ന് മനസ്സിലായ ഒരു മുഅ്മിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു: ഇസ്ലാമിനെതിരെ, അഹ്ലുസുന്നക്കെതിരെ ശിർക്ക് ആരോപണം ഉന്നയിക്കുന്നവരും ശിർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന മധ്യത്തിൽ നിൽക്കുന്ന ആളുകളും ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ദൈവാസ്തിക്യം എന്ന് പഠിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൈമാറിയ ആദർശം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ, റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന ആ ആദർശത്തെ നമുക്ക് ചുരുക്കി എഴുതാം. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിങ്കൽ നിന്ന് ദിവ്യ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്ന വഴികാട്ടിയായും പ്രവാചകനായും നമുക്ക് മനസ്സാ ഇഷ്ടമാണ്. നമ്മളതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യമാണ് നാം ഹദ്ദാദിൻ്റെ ഭാഗമായി നമ്മുടെ മസ്ജിദുകളിൽ നിന്നൊക്കെ ദിനേനെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ചൊല്ലുന്നത്. വാസ്തവത്തിൽ ഒരു മുസ്ലിമിന് മുഴക്കാൻ പറ്റുന്ന അതിനേക്കാൾ മനോഹരമായ ഒരു മോട്ടോയോ ഒരു പ്രമേയമോ ഒരു മുദ്രാവാക്യമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ. ഈ പ്രപഞ്ചത്തിനൊരു സംവിധായകൻ ഉണ്ടാവേണ്ടതുണ്ട്, സൂത്രദാതാവ് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെ വിഭാവനം ചെയ്ത സർവശക്തനായ ഒരു സത്യമുണ്ടാവേണ്ടതുണ്ട്. അത് അള്ളാഹുവാണ്. അള്ളാഹുവേതരമായ ലോകവീക്ഷണങ്ങളും പ്രാപഞ്ചിക സാധ്യതകളും മനുഷ്യരുടെ സ്വാഭാവിക യുക്തിയും ശാസ്ത്രവും ഒക്കെ തള്ളിക്കളഞ്ഞതാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. അള്ളാഹു ഏതരമായ ഏതെങ്കിലും ശക്തിയാണോ ഈ പ്രപഞ്ചത്തെ നിങ്ങളെ സംവിധാനിച്ചത് എന്ന ആലോചനയുടെ ഭാഗമായി അതിനെ നിരാകരിച്ചുകൊണ്ട് അള്ളാഹു ഏതരമായ ഒരു പ്രാപഞ്ചിക ആത്യന്തിക ശക്തിയുടെ സാധ്യതകളെ നിരാകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നിഷേധികളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ചോദ്യമാണത്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ഇവരൊക്കെയും സ്വയംഭൂവാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? ഈ നിസ്സാരക്കാരായ മനുഷ്യരെ പോലും മനുഷ്യർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അം ഖലഖുസ് സമാവാതി വൽ അർള, പിന്നെ അവരാണോ ഈ സങ്കീർണമായ ആകാശഭൂമികളെ വാനഭുവനങ്ങളെ സൃഷ്ടിച്ചത്? ബൽ ലാ യൂഖിനൂൻ, അവർക്കിത്തരം സന്ദേഹങ്ങൾക്ക് മുമ്പിൽ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ബോധ്യം പറയാനുണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരാനാണ്
ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക്, ഭാഷകളിലേക്ക്, വ്യത്യസ്ത കാലങ്ങളിൽ ചിലരെ ഗ്രന്ഥങ്ങളുമായി, ചിലരെ പൂർവ്വഗ്രന്ഥങ്ങൾ പ്രബോധനം ചെയ്ത് നടപ്പിൽ വരുത്താൻ ആവശ്യമായ നബിമാരായി അള്ളാഹു നിയോഗിച്ചത്. ആ പരമ്പരയിലെ അവസാനത്തെ പ്രവാചകരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആ പ്രത്യേകതയിൽ അധിഷ്ഠിതമായതാണ് നമ്മുടെ ആദർശം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യ വെളിപാട്, അഭൗതികമായ സ്രോതസ്സിൽ നിന്നുള്ള അറിവിൻ്റെ പ്രവാഹം പ്രവാചകരിലേക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വഹിയാണ് ഈ മഹത്തായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളിടത്താണ് ഇസ്ലാമിൻ്റെ അനിതരത്വം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സവിശേഷത നിലകൊള്ളുന്നത്. സ്വാഭാവികമായി ഭൗതിക ലോകം അവലംബിക്കുന്ന ഒരു പൊതു തത്വമുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും. അസാധാരണമായ സംഭവങ്ങൾ ഏതുണ്ടായാലും അതിന് അസാധാരണമായ ഒരു വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട്. അനാഥനായ, ബാപ്പയില്ലാത്ത, ഉപ്പയില്ലാത്ത ഉലകത്തിൻ്റെ ഊശരതയിലേക്ക് ജനിച്ചു വീണ, മക്കയിലെ പ്രാന്തങ്ങളിൽ ആടിനമേറ്റ് നടന്നിരുന്ന, ഉണക്കച്ചപ്പാത്തി തിന്ന് ജീവിച്ച, ആടിൻ്റെ അകട് വലിച്ച് പാല് കറന്ന, ഭാര്യമാരെ വീട് ജോലികളിൽ സഹായിച്ച മക്കയിലെ ഒരു മനുഷ്യൻ 40-ാമത്തെ വയസ്സിൽ എനിക്ക് വഹിയുണ്ടായിട്ടുണ്ട്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യബോധനം, വെളിപാടുണ്ടായിട്ടുണ്ട് എന്ന് വന്ന് പറയുകയും, കാൽനടയായി മാത്രം ഗതാഗതം സാധ്യമായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒട്ടകപ്പുറത്തോ മാത്രം പരിമിതമായ അകലങ്ങളിലേക്ക് മനുഷ്യർ സഞ്ചരിച്ചിരുന്ന ഒരു കാലത്ത്, ഈ ഭൂമിയുടെ കിഴക്കിലും പടിഞ്ഞാറിലും നടക്കുന്ന സംഭവങ്ങൾ ലൈവായി ലോകത്തോട് പറയുകയും, ഒരു ചരിത്ര പുസ്തകം പോലും വായിക്കാതെ ലോകത്തിൻ്റെ ചരിത്രം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും, കാലം തീരുന്ന കാലത്തോളമുള്ള ക്രാന്തദർശിത്വം അല്ലാഹു നൽകിയതിനാൽ വരാൻ പോകുന്ന കാലത്തെ കണ്ട് കാര്യങ്ങൾ പ്രവചിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അസാധാരണക്കാരനായ മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യന് ലഭ്യമാകുന്ന അറിവിൻ്റെ ഉറവിടം ഒരിക്കലും അത് ഭൂമിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പഠിച്ചതാവരുത്. ആ മനുഷ്യന്റെ അറിവിൻ്റെ ഉറവിടം ഏതെങ്കിലും പേർഷ്യക്കാരിൽ നിന്നോ റോമക്കാരിൽ നിന്നോ വേദക്കാരിൽ നിന്നോ കോപ്പിയടിച്ചതാവരുത്. ആ മനുഷ്യന്റെ ഉറവിടം, ആ അറിവിൻ്റെ ഉറവിടം അസാധാരണമായ ഉറവിടമായിരിക്കണം, അഭൗമികമായ ഉറവിടമായിരിക്കണം, ഭൗമേതരമായ കേന്ദ്രമായിരിക്കണം. ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലുള്ള ഇലോൺ മസ്കിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്ന അമേരിക്കക്കാരനായ വോൾട്ടേർ ഏസിയാസ് പറയുന്നില്ലേ, ഹി മൈറ്റ് ബി ആൻ ഏലിയൻ ഓർ ദ കമ്പാനിയൻ ഓഫ് ഏലിയൻ. ഒന്നുകിൽ ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാകണം, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാകണം. കാരണം ഇത്രയും വലിയ ന്യൂറാലിങ്കുകളെ കുറിച്ച്, സ്പേസ് എക്സുകളെ കുറിച്ച് ഭൂമിയിലെ ഒരു മനുഷ്യനെ പറഞ്ഞു കൊടുക്കുക സാധ്യമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കേവലം നമ്മളെപ്പോലെയുള്ള അസാധാരണമായ സാമ്പത്തിക വിജയം നേടിയെന്നതിന്റെ പേരിൽ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അന്യഗ്രഹ ജീവിയാണെന്നും, ആ മനുഷ്യന് അറിവ് പറഞ്ഞു കൊടുക്കുന്ന കേന്ദ്രം ഭൗമേതരമായ കേന്ദ്രമാണെന്നും ഇന്നത്തെ ലോകത്തിന് അംഗീകരിക്കാമെങ്കിൽ അതിന്റെ 1000 മടങ്ങ് ശക്തിയിൽ ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് ലഭിക്കുന്ന കേന്ദ്രം. ആ വഹിയിന്റെ കേന്ദ്രം ഭൂമിയിലെ ഒരിടമല്ല, ഏതെങ്കിലും മനുഷ്യരല്ല, അത് വഹിയാണ്, അത് മലക്ക് മുഖേനയാണ്, അള്ളാഹുവിങ്കിൽ നിന്നാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നാം റളീനാ ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയ എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കൂടെയുള്ളത് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമാണ് മതം എന്നുള്ളതാണ്. ഈ പ്രവാചകരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മതം കിട്ടിയത്, എങ്ങനെയാണ് ദീന് കിട്ടിയത്? നമ്മളാരും 1400 കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ, കണ്ണുകൊണ്ട് രൂപം കാണാത്ത, കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത, ഒരു കാരിക്കേച്ചറോ കാർട്ടൂണോ പോലും ലഭ്യമല്ലാത്ത ഒരു പ്രവാചകൻ അള്ളാഹുവിങ്കിൽ നിന്ന് വഹിയ സ്വീകരിച്ചിരുന്നു എന്നതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ, സനദ് മുഖേന തലമുറ കൈമാറി നമ്മുടെ കയ്യിൽ ലഭിച്ച, അറിവിന്റെ പരിധിയിൽ ലഭിച്ച ആ ആധികാരികമായ സ്രോതസ്സാണ്. ആ സ്രോതസ്സാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രമാണം. അതാണ് നമ്മുടെ ദീൻ, അതാണ് ഇസ്ലാം. ആ ഇസ്ലാം മാത്രമാണ് ലോകത്ത് മാനവിക സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. കാലം എത്ര മുന്നോട്ട് പോയാലും, ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും, ദ മോർ സയൻസ് ഗോസ് ഫോർവേഡ് ദ ഇസ്ലാം ഓൾസോ ഗോസ് ഫോർവേഡ് എന്നാണ് പുതിയ കമന്റുകൾ. എത്ര ശാസ്ത്രം മുന്നോട്ട് പോകും തോറും അത്രയും തന്നെ ഇസ്ലാം മുന്നോട്ട് പോകും. ഇസ്ലാമേതരമായ നിങ്ങൾ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ഇതിന്റെ വിമർശകന്മാർ ഇറങ്ങി വരേണ്ടതുണ്ട്, എക്സ് മുസ്ലിംസ് ഇറങ്ങി വരേണ്ടതുണ്ട്. ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മാനം മര്യാദക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമോ? പ്രായമായവരെ ബഹുമാനിക്കണമെന്ന്, ഇല്ലാത്തവരോട് കരുണ കാണിക്കണമെന്ന്, അന്യായങ്ങളൊന്നും ചെയ്യരുതെന്ന്, അറ്റ് മിനിമം ലെവൽ റോഡിൽ അനാവശ്യമായി ബ്ലോക്ക് ഉണ്ടാക്കരുത് എന്നെങ്കിലും ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്ന ആധികാരികമായ
സ്രോതസ്സുകൾ മതഗ്രന്ഥങ്ങളല്ലാതെ, ഇസ്ലാമിന്റെ പുസ്തകങ്ങളല്ലാതെ, പ്രവാചകന്റെ ഹദീസ് അല്ലാതെ ലോകത്ത് കാണിക്കുക സാധ്യമാണോ? അല്ലെങ്കിൽ മറ്റൊന്നുള്ളത് സമ്മതമുള്ളതെല്ലാം ശരി, സമ്മതമില്ലാത്തത് തെറ്റ് എന്നാണ്. ആ സമ്മതം കൊടുക്കുന്ന ഏജിനെ കുറിച്ച്, പ്രായപരിധിയെ കുറിച്ച് ലോകത്തിന് കൃത്യമായ നിർവചനമുണ്ടോ? ഇന്ത്യയിൽ 18 വയസ്സാണ്, ചൈനയിൽ 13 ഫിലിപ്പൈൻസിൽ 12, GCC-യിൽ 21 അല്ലെങ്കിൽ 20, ബഹ്റൈനിൽ 21, യൂറോപ്യൻ രാജ്യങ്ങളിൽ 16, അമേരിക്കയിൽ 17. ലോകത്ത് പൊതുവായ മാനദണ്ഡമില്ലാത്ത സമ്മതം കൊടുക്കുന്ന പ്രായങ്ങൾ. പരിശുദ്ധ ഇസ്ലാമിനെ, ഈ ആദർശത്തെ, അതിനെ നമ്മൾ കൊണ്ടുപിടിക്കുകയും, എന്നാൽ അതിന്റെ എല്ലാം അന്തസാരം എന്ന് പറയുന്നത്, ഞാൻ ചുരുക്കുന്നു, അതിന്റെ ഉള്ളിലുള്ള ആത്മീയത എന്ന് പറയുന്ന, സൂഫിസം എന്ന് പറയുന്ന അതിന്റെ നീരാണ്, അതിന്റെ ചൈതന്യമാണ്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ആധ്യാത്മികമായിട്ടുള്ള തലങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കേവലം പ്യൂരിറ്റാനിസം, അക്ഷരപൂജയിലേക്ക്, പ്രാമാണിക പൂജയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പരിശുദ്ധ ഇസ്ലാം ജീവനില്ലാത്ത ഒരു വസ്തു മാത്രമാവുന്നു. ഓത്തില്ലാത്ത, ബൈത്തില്ലാത്ത, വർണ്ണക്കടലാസുകളില്ലാത്ത, ഘോഷയാത്രയില്ലാത്ത, കേവലം തർക്കങ്ങളും വിദണ്ഡവാദങ്ങളും മാത്രം ബാക്കിയാകുന്ന ഒരു നീരില്ലാത്ത ഇസ്ലാം ബാക്കിയാകുന്നു. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിന്റെ പാരമ്പര്യം അതല്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജുമുഅ മസ്ജിദുകൾ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ പരമ്പരാഗത പള്ളികളിൽ ഏറ്റവും കൂടുതൽ പള്ളികൾക്ക് പേര് കിട്ടിയത്, ഈയിടെ ഞാനൊരു ചരിത്ര പുസ്തകം വായിച്ചതാണ്, അത് മുഹിയുദ്ദീൻ ജുമുഅ മസ്ജിദ് എന്നാണ്. എന്തുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ മസ്ജിദുകൾക്ക് മുഹിയുദ്ദീൻ ജുമുഅ മസ്ജിദ് എന്ന് പേര് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ആർണോൾഡ് ടോയൻബി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, ഇസ്ലാം വ്യാപകമായത് സംവാദങ്ങൾ കൊണ്ടല്ല, അങ്ങനെയുള്ള തർക്കമുഖങ്ങൾ കൊണ്ടല്ല. ഇസ്ലാം വ്യാപകമായത് സൂഫികളുടെ ജീവിതം കൊണ്ടാണ്. ആ സൂഫികളുടെ ജീവിതം കണ്ടും കൊണ്ടും അനുഭവിച്ചും കൊണ്ടാണ് ഇവിടെയുള്ള നാട്ടുകാരും ദ്രവീഡിയൻസും ഒക്കെ ഇസ്ലാമിന്റെ അകത്തേക്ക് വന്നത്. അങ്ങനെ അവർ പള്ളി കെട്ടിയപ്പോ കാവലിന് വേണ്ടി പ്രതീകാത്മകമായി ഖാദിരിയ ത്വരീഖത്തിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് അവർ മുഹിയുദ്ദീൻ ജുമുഅ മസ്ജിദ് എന്നാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പള്ളികൾക്ക് നാമകരണം ചെയ്തത്. ഈ മുഹിയുദ്ദീൻ മാലക്കും ഈ കുതുബിയ്യത്തിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടമുണ്ട്. മലബാർ കലാപത്തിന്റെ കാലത്ത് വെസ്റ്റ് ഹിൽ മലയിൽ മമ്മുവിന്റെ വീട്ടിൽ നിന്ന് മലബാർ മാനുവൽ പറയുകയാണ്, കുതുബിയ്യത്ത് ഓതിയിട്ട് പുകയുന്ന സാമ്പ്രാണി ചുള്ളുകൾക്കിടയിൽ പോരാളികൾ പരസ്പരം വാളുകൾ ചുഴറ്റിയിട്ട് രണോത്സവം അല്ലെങ്കിൽ സമരാവേശം ആവാഹിച്ചുകൊണ്ടാണ് അവർ പിന്നീട് തിരുവരങ്ങാടിയിലേക്ക് വന്നത് എന്നൊക്കെ ധാരാളം ചരിത്രങ്ങൾ. ഈ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ മൻഹജ് ഏതാണ്? അള്ളാഹുവിനോടുള്ള ദിവ്യ സ്നേഹമായിരുന്നു. സകാനി ഷൗഖു കസാത്തിൽ ഫനാഇ ഫഖുൽതു ബിസകറതി ഫൗകൽ ബഖായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവ്യ സ്നേഹത്തിന്റെ ചഷകം നുണഞ്ഞ, അതിന്റെ മാധുര്യം അനുഭവിച്ച, ഇസ്ലാമിന്റെ മാധുര്യം ലോകത്തിന് കാണിച്ചു കൊടുത്ത സൂഫികൾ. ആ സൂഫികളില്ലാത്ത ഇസ്ലാം, ആ സൂഫി പാരമ്പര്യമില്ലാത്ത ഇസ്ലാം എത്ര വരണ്ട ഇസ്ലാമാണ്. മറ്റൊരു ഇസ്ലാം എന്ന് പറയുന്നത് അവനവന്റെ യുക്തി കൊണ്ട് ആലോചിച്ചുകൊണ്ട് നിർവചിക്കുന്ന ഇസ്ലാമാണ്. ഞാൻ കേവലം ഒരു അവകാശവാദം പറയുകയല്ല. എന്തുകൊണ്ടാണ് മഹത്തായ സമസ്തയുടെ ഒരു ഫ്രെയിമിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിനെ വായിക്കണം, മനസ്സിലാക്കണം, അനുധാവനം ചെയ്യണം എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. ഈ ഫ്രെയിമിന്റെ പുറത്തേക്ക് പോയാലുള്ള വിഷയങ്ങൾ ഓരോ വ്യക്തിയും ഇസ്ലാമിനെ ഉണ്ടാക്കുന്ന, രൂപീകരിക്കുന്ന, പരിഷ്കരിക്കുന്ന, മോടി പിടിപ്പിക്കുന്ന ഓരോരോ അവനവന്റെ ഇസ്ലാമുകൾ ഉണ്ടായിത്തീരും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വെറുതെ പറയുകയല്ല, സെമി യുക്തിവാദങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എത്രമാത്രം നടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അയിമത്തിന്റെ പാതയിൽ തന്നെ നിൽക്കണമെന്ന് പറയുന്നത്? ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഞാൻ ആത്മീയതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തുപോയതാണ്, ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്ന മറ്റൊരു പ്രവണത സർവമത സത്യവാദമാണ്, അല്ലെങ്കിൽ മതേതര സൂഫിസമാണ്. നമ്മുടെ നാട്ടിൽ പോലും അതിന്റെ സ്വാധീനമുണ്ട്. അതിനാരാ അടിസ്ഥാനപരമായി ആ മൻഹജിനാരാണ്, ആ സമീപന ശാസ്ത്രത്തിനാരാണ് ബീജാവാപം നൽകിയത് എന്ന് ആലോചിക്കേണ്ട സംഗതിയല്ലേ? മതനിരാസകരോടും യുക്തിവാദികളോടും സ്വതന്ത്ര ചിന്തകരോടും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ഒരു ലേറ്റസ്റ്റ് പതിപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു നേരിയ പതിപ്പാണ് എന്തെന്ന് ചോദിച്ചാൽ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതാണ് പുതിയ മതേതര സൂഫികളുടെ വലിയ ഒരു പ്രമാണം. സത്യവിശ്വാസികളായാലും യഹൂദരായാലും നസാറാക്കളായാലും സാബിഈങ്ങളായാലും എന്ന് പറഞ്ഞാൽ സബൂർ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരോ, മതേതര വിശ്വാസികളോ, സ്വതന്ത്ര ചിന്തകരോ, സൗരാഷ്ട്ര മതക്കാരോ, ഏത് വിഭാഗമായാലും, ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത്, ആരാണോ അന്ത്യനാളിൽ വിശ്വസിച്ചത്, ആരാണോ മാനം മര്യാദക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചിലത് പറയുന്നത് പ്രകാരം ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിച്ചത്, ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ആരൊക്കെയാണോ ജീവിക്കുന്നത്, ഇത്രയും മാനദണ്ഡങ്ങളൊത്താൽ മതമേതായാലും ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
പരലോകം അവർക്ക് പറഞ്ഞതാണ്, സ്വർഗം അവർക്ക് പറഞ്ഞതാണ്, അവർക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഇസ്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഇസ്ലാം എന്ന് ചോദിച്ചാൽ സ്വന്തമായി വ്യാഖ്യാനിക്കുകയാണ്. അവനവന്റെ അളവിൽ അവരവരുടെ സൗഹൃദ വലയത്തെ സംതൃപ്തിപ്പെടുത്താനായി, പൊതുബോധത്തെ സംതൃപ്തിപ്പെടുത്താനായി ഇസ്ലാമിനെ, ഈ പാരമ്പര്യം യൂറോപ്യന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി വഹീനദർ വ്യാഖ്യാനിച്ച മുഹമ്മദ് അബ്ദയുടെ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുവിന്റെ പാരമ്പര്യമാണ്. അദ്ദേഹം അർറഫൽ വഹിയ ബിഅന്നഹു വിജ്ദാനുൻ യജിദുഹു ശഖ്സു മിൻ ദാഖിലിഹി കൽ അത്ശി വൽ ജുഅ്. അദ്ദേഹത്തിന്റെ കിതാബിലുണ്ടല്ലോ, വഹി എന്ന് പറഞ്ഞാൽ പോലും അത് അതിരുകൾ അറിയാത്ത ആകാശത്തിന്റെ അപ്പുറത്ത് നിന്നും മാലാഖ കൊണ്ടു കൊടുക്കുന്ന ദിവ്യ വെളിപാടല്ല. കാരണം അത് യൂറോപ്യൻ ഭൗതികവാദികളുടെ ഇടയിൽ സ്വീകാര്യമായ ഒരു വിശദീകരണമല്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിർവചിക്കാം, വഹി എന്ന് പറഞ്ഞാൽ അന്നഹു വിജ്ദാനുൻ യജിദുഹു ശഖ്സു മിൻ ദാഖിലിഹി, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവബോധത്തിൽ നിന്ന്, ഉൾബോധത്തിൽ നിന്ന്, മനസാന്തരത്തിൽ നിന്ന് സ്വയം മനസ്സിലാക്കുന്ന അനുഭവ ബോധ്യങ്ങളാണ് ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ. ദാഹം പോലെ, വിശപ്പ് പോലെ എന്ന് പറഞ്ഞ് ദിവ്യബോധനത്തെ പോലും സ്വന്തം താല്പര്യത്തിന് ദുർവ്യാഖ്യാനിക്കുന്ന രീതികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ദുർവ്യാഖ്യാനത്തിന്റെ പ്രേരണ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് വൈരനിര്യാതന ബുദ്ധിയല്ല ഉള്ളത്. ഈ സമസ്ത വിഭാവനം ചെയ്യുന്ന ഈ ഇസ്ലാമിനെ സംഘടനാ മതം എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊരു സംഘടനാ മതമല്ല. അതേസമയം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ ആശയം ഒരു സംഘടിത രൂപത്തിൽ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അപകടമാണ്. എത്രത്തോളമാണ് അതിന്റെ അപകടം എന്ന് ചോദിച്ചാൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വന്ന് അവസാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ ശാസനകളില്ല, പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ ശാസനകളില്ല. പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ ഏകോപിപ്പിക്കുകയും മനുഷ്യരെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും അതിനനുസരിച്ചുകൊണ്ട് ഖുർആന്റെ അല്ലെങ്കിൽ ഹദീസിന്റെ പരാമർശങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഇവിടെ സജീവമായി വരുന്നു. നല്ല സ്വീകാര്യത അതിന് ചില ആളുകൾക്കിടയിൽ കിട്ടുകയും ചെയ്യുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, പരിഹസിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, പല സഹോദരങ്ങളും സുഹൃത്തുക്കളും മുഖം ചുളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ഈ വോയിസോ പ്രസംഗമായി കേട്ടാൽ ഉടനെ വാട്സാപ്പിൽ മെസ്സേജ് വരും എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ അള്ളാഹു ആരെയും ചതിക്കില്ല, പ്രവാചകരുമാരെയും ചതിക്കില്ല. രക്ഷാകർത്തൃത്വം എന്ന് പറഞ്ഞാൽ അതിൽ രക്ഷയും വരും, ശിക്ഷയും വരും. തെറ്റായ സഞ്ചാരമുണ്ടെങ്കിൽ തിരുത്തൽ വരും, ശാസന വരും. മാതാപിതാക്കളും ഗുരുനാഥന്മാരും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് അത് ആത്യന്തികമായ സന്തോഷത്തിന് വേണ്ടിയാണ്, ആത്യന്തികമായ സമാധാനത്തിന് വേണ്ടിയാണ്. ഇവിടെ പ്രമാദമായ ഒരു ദുർവ്യാഖ്യാനം നടന്നല്ലോ, ഇപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ അതിന്റെ ആലയൊലികൾ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജിദിഹാ ഹബ്ലും മിൻ മസദ്. അതിന്റെ വളരെ വ്യക്തമായ സാരം എന്താ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോയിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവന്റെ ആസ്തികളോ അവന്റെ വ്യാപാരങ്ങളോ ഒരംശം അവന് പ്രയോജനം ചെയ്തില്ല. അബൂ ലഹബ് മാത്രമല്ല, അബൂ ലഹബിനെ പ്രവാചക നിന്ന് നടത്താനുള്ള ശ്രമത്തിൽ സഹായിച്ച പത്നിക്കും അല്ലാഹുവിന്റെ ശാസന വരികയാണ്. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജിദിഹാ ഹബ്ലും മിൻ മസദ്. എന്തായിരുന്നു അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം? ഇവിടെ അല്ലാഹു ശാസിച്ചതല്ല, അല്ലാഹു ശപിച്ചതല്ല, അല്ലാഹു സാന്ത്വനിപ്പിച്ചതാണ്, അല്ലാഹു തല്ലിയതല്ല, അല്ലാഹു തലോടിയതാണ്. ഇത്തരം വചനങ്ങളൊന്നും സമൂഹത്തിന്റെ മുമ്പിൽ പറയരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ ഒരു പൊതുവേദിയിൽ ചർച്ചയ്ക്ക് വരുന്നത് തന്നെ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നതിന്റെ പേരിലാണ്. എന്താണ് എത്ര വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആന്റെ നെസ്സിനെ അല്ലെങ്കിൽ പരിശുദ്ധ ഹദീസിന്റെ താല്പര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി സഫാ കുന്നിന്റെ മുകളിലേക്ക് വന്ന സന്ദർഭമാണ് ഈ വചനത്തിന്റെ ഒരു അവതീർണ പശ്ചാത്തലം. ആദ്യമായി ദഅവത്ത് ആരംഭിക്കുകയാണ്. വഹീന്റെ കൈനീട്ടം കിട്ടിയ പ്രവാചകൻ അതിന്റെ വെളിച്ചത്തിലേക്ക് ലോകത്തെ നയിക്കുകയാണ്. പ്രവാചകൻ രാവിലെ വിളിച്ചു പറഞ്ഞു, യാ സബാഹ, ഗുഡ് മോർണിംഗ്, ആളുകളൊക്കെ വരുവിൻ. അബ്ദുള്ളയുടെ അബ്ദുൽ മുത്തലിബിന്റെ പൗത്രന്റെ പരിചിതമായ ശബ്ദം കേട്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു തുടങ്ങുകയാണ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഹർ, യാ ബനി അബ്ദി മനാഫ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ഫിഹറിന്റെ മക്കളെ, അബ്ദു മനാഫിന്റെ മക്കളെ, അറഅയ്തും ലൗ അഖബർതുകും അന്നൽ ഖൈല ബിസഫി ഹാദൽ ജബൽ തുരീദു അൻ തുഗൈറ അലൈക്കും. ഈ പർവ്വതത്തിന്റെ പ്രാന്തങ്ങളിൽ നിങ്ങളെ എതിർക്കുന്ന ശത്രുക്കളുടെ ഒരു കുതിരപ്പടയാളികൾ ഉണ്ടെന്ന് നിങ്ങളോട് പറയുകയും നിങ്ങളുടെ മേൽ ചാടി വീഴാൻ അവർ തയ്യാറായി എന്ന് പറയുകയും ചെയ്താൽ അലാ സദ്ദഖ്തുമൂനി, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ സമൂഹം പറഞ്ഞു, എന്തുകൊണ്ട് വിശ്വസിക്കില്ല? ഇതേവരെ സത്യമല്ലേ പറഞ്ഞുള്ളൂ. ആ അനുകൂലമായ സാഹചര്യത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അബൂ ലഹബ് പറഞ്ഞു, തബ്ബല്ലക് സായിറൽ അയ്യാബ്, നിനക്ക് നാശമുണ്ടാകട്ടെ, സർവനാശമുണ്ടാകട്ടെ, എന്നും നാശമുണ്ടാകട്ടെ.
ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകനെ ശാസിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. പ്രവാചകൻ നിന്ന് നടത്താൻ ശ്രമിച്ച, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള എക്കാലത്തേക്കുമുള്ള താക്കീതാണ്. അള്ളാഹുവിന്റെ നാശം ഉണ്ടാകട്ടെ എന്നുള്ള ശാസന. കേവലം ഒരു വിഷയം മാത്രം ഉദാഹരിച്ചതാണ്. ഇങ്ങനെ ഏത് ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും പുതിയ കാലത്ത് ഇസ്ലാമിന്റെ പേരിലായാലും ഇസ്ലാമിന്റെ പേരിലായാലും മുന്നോട്ട് വെക്കുന്ന അബദ്ധജടിലമായ വാദങ്ങൾക്കുള്ള കൃത്യമായ ഒരു പരിഹാരം, അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു സമാധാന വശം എന്ന് പറയുന്നത് നാം വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ കൃത്യമായ ആശയങ്ങളാണ്. ഇവിടെ നോക്കൂ, ഇവിടെ മുസ്ലിങ്ങൾ ആരെയാണ് കൂടുതൽ ആക്ഷേപിക്കുന്നത്? അവരെ അങ്ങനെ പാകപ്പെടുത്തിയ തത്വശാസ്ത്രം എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ സൂഫി മനഹജുമായി ബന്ധപ്പെട്ട ആളുകൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. കൃത്യമായ സൂഫി ലൈനാണെങ്കിൽ, കൃത്യമായ സനദുള്ള ഇജാസത്തുള്ള ത്വരീഖത്തിന്റെ വശമാണെങ്കിൽ തെറ്റിപ്പോകുന്നില്ല. അതേസമയമോ ഇതിന് പാരലായി കൊണ്ടുവരുന്ന സമീ സൂഫിസങ്ങൾ, മിസ്റ്റിക് സൂഫിസങ്ങൾ, മതേതര സൂഫിസങ്ങൾ ഇസ്ലാമിന്റെ അകത്തേക്ക് ആളുകളെ കൊണ്ടുവരാൻ എന്നുള്ള പേരിൽ നടത്തുകയും അവസാനം സെക്കുലർ ഇസ്ലാമിനെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബീഭത്സമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയല്ലേ? കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിന്റെ ഇപ്പുറം പുറത്തിറങ്ങിയ സൂഫി പുസ്തകങ്ങൾ പരിശോധിച്ചു നോക്ക്. ഞാൻ വെറുതെ ഒരു ഇല്ലാത്ത പ്രശ്നം, ഒരു ഓലപ്പാമ്പ് കാട്ടി ഒരു സമൂഹത്തിൽ ഇല്ലാത്ത ഒരു വിഷയം ഉന്നയിക്കുകയല്ല. കേരളത്തിൽ കഴിഞ്ഞ 20 കൊല്ലത്തിനിപ്പുറം പ്രസിദ്ധീകരിക്കപ്പെട്ട സൂഫി സാഹിത്യങ്ങൾ, ആ സൂഫി സാഹിത്യങ്ങളുടെ അന്തസാരം എന്താ? മതേതര സ്വഭാവത്തിലുള്ള സൂഫി സാഹിത്യങ്ങളാണ്. നമ്മൾ മതേതരത്വത്തെ എതിർക്കുകയും ഒരു ഇസ്ലാമിക സംവിധാനത്തിന് വേണ്ടി മുറവിള കൂട്ടുകയും ചെയ്യുന്നു എന്നല്ല ഈ പറയുന്നതിനർത്ഥം. പക്ഷേ ഇസ്ലാമിന് അതിന്റെ ഒരു തനിമയുണ്ട്. ഇസ്ലാമേതര സാമൂഹിക വ്യവസ്ഥക്ക് അതിനുമുണ്ട് അതിന്റെ ഒരു തനിമ. അതിനെയും ഇതിനെയും കൂടി കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. കൂട്ടിക്കുഴക്കുന്ന ഒരു രീതി എപ്പോൾ മുതലാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവർക്ക് തോന്നുന്നത് പോലെ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴാണ്. അതുണ്ടാവരുത് എന്നുള്ളതാണ് എക്കാലത്തും നമ്മുടെ ഉലമ പറയുന്നത്. ആ ഉലമായിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. ആ ഉലമ ആണ് നമുക്ക് വഴി പറഞ്ഞു തരേണ്ടത്. ഈ തിരൂരിൽ നിന്ന് ഈ മലയാളക്കര കേട്ട ഏറ്റവും മഹത്തായ മലയാളത്തിന്റെ വാക്കുകൾ പൂന്താനം നമ്പൂതിരിയുടെ വാക്കല്ലേ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർത്തതാണ് ഈ തിരൂരിന്റെ ഒരു പാരമ്പര്യം. അദ്ദേഹത്തിന്റെ പൂന്താനം നമ്പൂതിരിയുടെ മംഗളാചരണം നമുക്ക് ആദ്യം ബഹുമാനം ഉണ്ടാവേണ്ടത്, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് റദീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയ്യാ. ആ പാരമ്പര്യം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്ന, ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം, തിരുനാമങ്ങൾ നാവിൻ മലപ്പഴും പിരിയാതെയുണ്ടാവണം നമ്മൾ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇത് മലയാളം കേട്ടത് തിരൂർക്കാരന്റെ നാവിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം, ഗുരുനാഥന്മാരെ മാനം കെടുത്തലും ആക്ഷേപിക്കലും തിരുത്താൻ ശ്രമിക്കലും അത് മലയാളത്തിന്റെ പൊതു ആധ്യാത്മികത സമ്മതിക്കുന്നതല്ല എന്ന് തിരൂരിൽ വെച്ചുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം തിരൂരിൽ മുഴങ്ങിയ ഗാനമാണത്. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം, തിരുനാമങ്ങൾ നാവിൻ മലപ്പഴും, ഗുരുനാഥന്മാരുടെ പേരുകൾ നാവിൻ മലപ്പഴും വിടാതെയുണ്ടാവണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ നരജന്മം സഫലമാക്കിയിടുവാൻ. അതിനു മുമ്പ് അദ്ദേഹം ഓർത്തതെന്താ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തിട്ട് സ്തുതി അർപ്പിച്ചതിന് ശേഷം പൂന്താനം പറയുകയാണ്, ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിൻ മലപ്പഴും വിടാതെയുണ്ടാവണം നമ്മൾ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥന്മാരെ അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തെ, ഈ സനദിനെ, ഈ ഇജാസത്തിനെ, ഈ വഴിയെ നിരാകരിച്ചുകൊണ്ട് പഴമക്കാരെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന മോഡേണിറ്റി, ആ മോഡേണിറ്റി ഇസ്ലാമിന്റെ പേരിൽ വരുമ്പോഴും ആക്ഷേപാർഹമാണ്. ഇസ്ലാമിന്റെ പുറത്തു നിന്ന് ലിബറലിസത്തിന്റെ പേരിൽ വരുമ്പോഴും ആക്ഷേപാർഹമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്രത്തോളം പഴകുന്തോറും, പാരമ്പര്യം എത്രത്തോളം പഴകുന്തോറും അതിന്റെ വീര്യം, അതിന്റെ മാധുര്യം, അതിന്റെ സത്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും. ആദ്യത്തെ 3 നൂറ്റാണ്ട് ഇവിടെ കേരളത്തിൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആദർശവും ഹിജറ 300-ന്റെ മുമ്പ് ആദ്യ നൂറ്റാണ്ടുകളിൽ സ്ഥാപിതമായത് മാത്രമാണ്. അനുഷ്ഠാനങ്ങളാണെങ്കിലും ആചരണങ്ങളാണെങ്കിലും വിശ്വാസങ്ങളാണെങ്കിലും പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ കൃത്യമായ ഫ്രെയിം ഇതിന് മുഴുവനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ നേർ വിപരീതമാണ് മോഡേണിറ്റി. ഇസ്ലാമിക് മോഡേണൈസേഷൻ വഴി വന്നതും ആധുനികതയുടെ പേരിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നതും, അത് മുന്നോട്ട് വെക്കുന്നത് പഴയ കാലമല്ല നല്ല കാലം. കാലം എത്ര മുന്നോട്ട് പോകും തോറും, കാലം എത്ര ഇങ്ങോട്ടേക്ക് നമ്മളിലേക്ക് വരും തോറുമാണ് നല്ല നല്ല കാലങ്ങൾ വരുന്നത്. അതിവിടെ ആരുടെ വാദമാണ്?
നാസ്തികരുടെ വാദമല്ലേ, നവനാസ്തികളുടെ വാദമല്ലേ, ഭൗതികവാദികളുടെ വാദമല്ലേ? പഴയകാലം മോശകാലം, പുതിയ കാലമാണ് നല്ല കാലം. നമ്മൾ പറയുന്നു ലാ യഅതി സമാനുൻ ഇല്ലാ ബഅദഹു അശറു മിൻഹു. ലോകത്തെ ഏറ്റവും നല്ല കാലം മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമാണ്. ഏറ്റവും നല്ല ടെക്നോളജി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഏതാ? ആ ടെക്നോളജി ഞാൻ ചുരുക്കുന്നു, വഹീ കൊണ്ട്, ദിവ്യബോധനം കൊണ്ട്, അഭൗമികമായ അലൗകികമായ അള്ളാഹു നൽകിയ ശക്തി കൊണ്ട് ലോകത്തെ കാണുക എന്ന് പറയുന്ന മുഅ്ജിസത്താണ്. തൊട്ട് ശേഷമുള്ള തലമുറ, ഒപ്പം ജീവിച്ച സ്വഹാബികൾ, അവർ ലോകത്ത് സമൂഹത്തെ വായിച്ച ടെക്നോളജി ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അന്നത്തെ പതിപ്പായിരുന്നു. അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തുറന്നു കൊടുത്ത ടെക്നോളജി. യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് മദീനയിലെ മിമ്പറിൽ നിന്ന് ഇറാനിലെ നഹാവന്തിലുള്ള സൈനിക മേധാവിക്ക് നിർദ്ദേശം കൊടുക്കുവാൻ ഖലീഫക്ക് സാധിച്ച കറാമത്ത് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഏറ്റവും നല്ല ടെക്നോളജി എന്ന് വിശ്വസിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ശേഷകാലക്കാരായ അവരുടെ പിൻതലമുറക്കാരായ താബീങ്ങൾ, ഔലിയാക്കൾ, മഹാരഥന്മാർ, ഇങ്ങനെ അസാധാരണമായ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അള്ളാഹു പ്രത്യേകം അവൻ കനിഞ്ഞേകി നൽകിയ ആളുകൾക്ക് കൊടുക്കുമെന്നും അങ്ങനെ സിദ്ധിച്ച ആ കഴിവടിസ്ഥാനത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാണുകയും കേൾക്കുകയും പറയുകയും പ്രവചിക്കുകയും ചെയ്തു കൊടുത്ത ആളുകളുടെ അവർ അനുഭവിച്ച കൈകാര്യം ചെയ്ത സാങ്കേതിക വിദ്യയാണ് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ. കാരണം അതിന് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇന്റർനെറ്റ് ആയാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച സ്പേസ് എക്സ് ആയാലും ഇനിയിപ്പോ ന്യൂറാലിങ്ക് വരുന്നവത്രേ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബോഡി കൃത്രിമ ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി. അതാണ് ഞാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ടെസ്ലയുടെ മുതലാളി ലോകത്തോട് പറയുന്നത് സൈബോർഗുകൾ, സൂപ്പർ ഹ്യൂമൻ, അവർക്ക് വേണ്ടി ദ്വീപുകൾ, അവർക്ക് വേണ്ടി വലിയ വലിയ സാമ്രാജ്യങ്ങൾ അദ്ദേഹം കെട്ടുമത്രേ 2050 ശാസ്ത്രീയമായ പുരോഗതിയാണ്. പക്ഷേ ഇന്നത്തെ ഏത് ടെക്നോളജി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിനൊരു പ്രോ വശമുണ്ട്, ഒരു കോൺ വശമുണ്ട്, മെറിറ്റ്സുകളുണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. തൂക്കി നോക്കിയാൽ ഡീമെറിറ്റ്സ് ആണ് കൂടുതൽ. കയ്യിലുള്ള മൊബൈൽ ഫോൺ മുതൽ ഇന്റർനെറ്റ് അടക്കം എന്തൊക്കെ ടെക്നോളജികളുണ്ടോ അതിന്റെ ഉപകാരങ്ങളെക്കാൾ കൂടുതൽ ഭാവി തലമുറക്ക് പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യുന്ന വലിയ വലിയ ദൂഷ്യഫലങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മനുഷ്യനിർമ്മിതമായ സാങ്കേതിക പുരോഗതിയേക്കാൾ വലിയ പുരോഗതിയായിരുന്നു നേരിട്ട് അള്ളാഹു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് മഹാരഥന്മാർക്ക് നൽകിയ കറാമത്തും മുഅ്ജിസത്തും. ഇതിനത് ആധുനിക വായനയുണ്ട്. ഞാൻ ആ വശത്തിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കഴിവും അള്ളാഹുവിനുണ്ട് എന്ന് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ വാദം. എല്ലാ കഴിവും അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്നത് പോലെ ആ കഴിവിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന അളവിൽ ഇഷ്ടപ്പെടുമ്പോൾ ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും കൊടുക്കാനുമുള്ള കഴിവ് അള്ളാഹുവിനുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ എന്ന് പറയുന്ന ആശയം സമ്പൂർണ്ണമാവുന്നുള്ളൂ. അള്ളാഹു ആർക്കൊക്കെ എത്ര കഴിവ് കൊടുത്തു എത്ര കൊടുത്തില്ല എന്ന് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പറയുക സാധ്യമല്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് ദൈവാസ്തികത്തെ സ്ഥാപിക്കുമ്പോൾ ഈ ദൈവാസ്തിക്യമാണ് സ്ഥാപിതമാകുന്നത്. എല്ലാ കഴിവും ഉള്ള അള്ളാഹു ആഗ്രഹിക്കുന്നവർക്ക് അവൻ ആഗ്രഹിക്കുന്ന പരിധിയിൽ കഴിവ് കൊടുക്കുന്ന അള്ളാഹു, അങ്ങനെ ഒരു അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഉണ്ട് എന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒന്നേ ഉണ്ടാവേണ്ടതുമുള്ളൂ. ഇവിടെ സുന്നികൾ ആചരിച്ചു വരുന്ന കാര്യങ്ങളിൽ ശിർക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സലഫി സഹോദരനോ ഏതെങ്കിലും ഒരു ജമാഅത്തി സഹോദരനോ ഏതെങ്കിലും ഒരു നവീൻ ആശയക്കാരനോ പറയുന്നുവെങ്കിൽ എനിക്ക് അവരോട് വിനയാന്വിതമായി ഇത്രയേ പറയാനുള്ളൂ: നിങ്ങൾക്ക് ദൈവാസ്തിക്യം മനസ്സിലായിട്ടില്ല. ഞാനത് വെറുതെ പറയുകയല്ല. സുന്നികൾ ആചരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബഹുദൈവത്വത്തിന്റെ അംശമുണ്ടെന്ന് ആക്ഷേപിക്കുന്ന, ഏതെങ്കിലും ഗുണകാംക്ഷാപൂർവം ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ പരിഹസിക്കാൻ വേണ്ടി ആക്ഷേപിക്കുന്ന, ഏത് തരത്തിലെങ്കിലും അതിനെതിരെ സുന്നികൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു ഈ പറയപ്പെട്ട ആളുകളോ അല്ലാത്തവരോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ അകത്തുള്ളവരുണ്ടെങ്കിൽ വിനീതമായി പറയട്ടെ, നിങ്ങൾക്ക് ദൈവാസ്തിക്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വിശദീകരിക്കുന്നേ ഇല്ല. ഒറ്റ കാര്യം, ദൈവാസ്തിക്യം സ്ഥാപിതമാകുമ്പോൾ ഒരു ദൈവം ഉണ്ടെന്നേ സ്ഥാപിതമാകൂ, മോണോത്തിസമേ സ്ഥാപിതമാകൂ. ഇതിനെയൊക്കെ സംവിധാനിച്ച, കണ്ടിൻജൻസുകളെ ഉണ്ടാക്കിയ, മുംകിനാത്തുകളെ രൂപപ്പെടുത്തിയ, ഇതിന്റെ എല്ലാം പിറകിലുള്ള ഒരു ശക്തി സ്വത്വം, ഒരു ഏകനായ അള്ളാഹു, ഏകനായ ഒരു നെസസറി ബീങ് മാത്രമേ ദൈവാസ്തിക്യത്തിന്റെ ചർച്ചയിൽ രൂപപ്പെടുന്നുള്ളൂ. ഒരുപാട് ദൈവങ്ങൾ വേണ്ട. അതുകൊണ്ട് പരിശുദ്ധ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ഉള്ളിലുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടാവേണ്ട ഒന്നിലേറെ ഇലാഹു ഉണ്ടാവേണ്ട ഒന്നിലേറെ ആരാധ്യൻ ഉണ്ടാകേണ്ട ഒന്നിലേറെ ഉണ്ടാകൽ അനിവാര്യമായ അസ്തിത്വം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഒന്നേ ഉണ്ടാവേണ്ടതുള്ളൂ. ആ ഒരുവനായ ശക്തിയുടെ പേരാണ് അള്ളാഹു. ആ ഒരുവനിന്റെ ഇലാഹിയത്തിലോ ഉലൂഹിയത്തിലോ ഉബൂദിയത്തിലോ ഒരംശം പങ്കുചേർക്കാൻ ദൈവാസ്തിക്യം എന്താണെന്ന് മനസ്സിലായ ഒരു മുഅ്മിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു,
ഇസ്ലാമിനെതിരെ അഹ്ലുസുന്നക്കെതിരെ ശിർക്കാരോപണം ഉന്നയിക്കുന്നവരും ശിർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന മധ്യത്തിൽ നിൽക്കുന്ന ആളുകളും ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ദൈവാസ്തിക്യം എന്ന് പഠിക്കുകയാണ് വേണ്ടത്. അതാണ് അതിന്റെ ഒരു മർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം ബാക്കവി ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേറൊരു വഴിക്ക് പോകാനുമുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉദ്ഘാടനത്തിന്റെ മുമ്പ് പറഞ്ഞതിന് അദ്ദേഹത്തിനോട് അഫ്വൻ ക്ഷമാപണം നടത്തുകയാണ്. നിങ്ങളോടും ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.